അറിയില്ല. വിറ്റ ഡേറ്റ് ഞാൻ എന്റെ കയ്യിലുണ്ട്. എല്ലാം അഡ്വാൻസ് കിട്ടി 2 ലക്ഷം എനിക്കല്ല അവരങ്ങനെ ചെയ്ത് തെറ്റാണ് ഇതൊന്നും ഞാൻ പറയാൻ പോണില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഒരാളും തെറ്റ് പറയാൻ പോണില്ല. എന്തായാലും സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ആക്കിയതാണ്. എന്തായാലും ഞങ്ങള് പക്ഷെ 3 മാസം ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഇളയ മകളായിട്ടുള്ള നന്ദനയുടെ കല്യാണം ഈ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കല്യാണത്തെ ചുറ്റി പറ്റിയിട്ട് കുറച്ച് വിവാദങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതുമാണ്. ഇപ്പം നിലവിൽ എന്തായാലും ഇവരുടെ 3 പേരുടെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇവരുടെയൊക്കെ ചാനലിൽ വന്നിട്ടുണ്ട്. ആദ്യം അമ്മയും അച്ഛനും വന്നു, അത് കഴിഞ്ഞ് മൂത്ത മകൾ വന്നു, പിന്നെ അത് കഴിഞ്ഞ് ഇളയ മകൾ വന്നു. എന്തായാലും ഇവരുടെ കുടുംബത്തിൽ ഒരു ഒത്തൊരുമ ഇല്ലെങ്കിൽ പോലും വീഡിയോ ഇടുന്ന കാര്യത്തിനകത്ത് ഇവർ 3 പേരും അത് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഒരാൾ ഇട്ട് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് അടുത്തത് വരുന്നു, അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഇളയാൾ വരുന്നു. എന്തായാലും സംഭവം കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കാണുമ്പോഴാണ് ആൾക്കാർ പറയുന്നത് നിങ്ങൾ മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന്. ഓക്കെ, എനിവേ എന്തായാലും ആ അമ്മയുടെ അച്ഛൻ്റെ വീഡിയോയ്ക്കകത്ത് അവർ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ അസുഖത്തിനെ പറ്റിയിട്ടും പിന്നെ ഈ മക്കളെ വളർത്തി ഇത്രയും കൊണ്ടുവന്നതിനെ പറ്റിയിട്ടും എല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ മാനിക്കുന്നു. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ കുറ്റം പറയുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാര്യം നിങ്ങളുടെ അസുഖം എന്തായി കഴിഞ്ഞാലും ആ അസുഖത്തിനെ മാനിക്കുന്നു. കാര്യം മനുഷ്യരുടെ കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും അസുഖങ്ങൾ നാളെയും വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അതിനെ പറ്റിയിട്ട് ഒന്നും നിലവിൽ പറയുന്നില്ല. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് ത്രൂ ഔട്ട് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദി യൂട്യൂബേഴ്സ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അത് ഒരുമാതിരി ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിൽ. അത് എല്ലാ ആൾക്കാരും എടുത്തു വെച്ച് നിങ്ങളെ കുറ്റം പറയുന്നു അല്ലേ? നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ കംപ്ലീറ്റും പബ്ലിക്കിൽ ഇടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇത് ചർച്ചയായി മാറും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ ഫാമിലി തകർക്കണമെന്ന് പേഴ്സണലി ഒരു മനുഷ്യർക്കും താല്പര്യമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്വന്തം മക്കൾക്കില്ലാത്ത സ്നേഹമായാലും സിമ്പതി ആയാലും യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാര്യം നിങ്ങളുടെ മകള് കാരണമാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അതുകൊണ്ട് നിങ്ങൾ മകളെയാണ് ബ്ലെയിം ചെയ്യേണ്ടത്, ഇവിടെ യൂട്യൂബേഴ്സിനെ അല്ല. എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാര്യം ആ അമ്മയും അച്ഛനും വന്നിരുന്ന് കരയാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് തന്നെ ആരെയാണ്? ആ മകളാണ്. കാര്യം മൂത്ത മകളെ പോലും അവർ പ്രതീക്ഷിച്ച പോലെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റിയില്ല. അതേപോലെ രണ്ടാമത്തെ മകളുടെ അടുത്തും ഇങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അമ്മയ്ക്കും അച്ഛനും താങ്ങാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഒരിക്കലും എല്ലാ യൂട്യൂബേഴ്സും അതിന് കാരണമാണ്, യൂട്യൂബേഴ്സ് കാരണം ഞങ്ങൾ ആത്മഹത്യ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഡയലോഗൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാനില്ല. എന്തായാലും നമുക്ക് 1 by 1 ആയിട്ട് വീഡിയോസ് കാണാം. എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കയ്യിൽ കാശില്ലാണ്ട് ഒരുമ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ വസ്തു വിൽക്കണേണ്ടുള്ളതാണ്. ഇതാണ് നമ്മൾ, അതായത് മണ്ഡപത്തിന് കൊടുത്ത അഡ്വാൻസിന്റെ ബില്ലാണിത്. ഇത് കൊടുത്തിട്ട് ഏത് ഡേറ്റിനകത്തുണ്ടോ? 7/12/2024. പക്ഷെ നമ്മളിത് ബുക്ക് ചെയ്ത് എൻഗേജ്മെന്റിനേക്കാൾ മുന്നേ നമ്മൾ കല്യാണ ഡേറ്റ് നിശ്ചയിച്ച കാര്യം നമ്മൾ ഓൾറെഡി ഇത് 1-ാം തീയതി, അതായത് എന്ത് പറയാ, മെയ് 1-നാണ്. അത് ഞാൻ സൈഡ് കൊടുക്കാം. പുടവ കൊടുക്കലും മാരേജ് ഫംഗ്ഷനും പുടവ കൊടുക്കലും മെയ് 1-നാണ് അവിടെ വെച്ചിട്ടുള്ളത്, KR വെച്ചിട്ട്. പിന്നെ 3-ാം തീയതി കല്യാണ ഫംഗ്ഷനാണ്, അത് ഞാൻ സൈഡിൽ കൊടുക്കാം. വസ്തു വിൽക്കേണ്ട മടിക്കാണ്. ഫുള്ള് നമുക്ക് കാണിക്കുന്നില്ല. നമുക്കത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പേഴ്സണൽ ആയിട്ട് തന്നെ വെക്കണം. എന്താ വെച്ചാൽ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് കാണിച്ചു തരാം. അത് നമുക്ക് അഡ്വാൻസ് കിട്ടിയതൊക്കെ കറക്റ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് കാണിക്കാത്ത എന്താ വെച്ചാൽ അതിന്റെ ഒരു കാര്യം നമുക്കുണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു കാര്യം നമുക്കല്ല, ഇന്ന് മേടിക്കണമൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് അവരുടെ കാര്യങ്ങളോ ഡീറ്റെയിൽ നമ്മൾ മേടിച്ച ആൾക്കും അറിയാം, വിട്ട് ഞങ്ങൾക്കും അറിയാം. പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞത് ഈ സ്ഥലത്തിന് ആളില്ലാഞ്ഞിട്ടല്ല, ഈ സ്ഥലത്തിന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഏതൊരാൾ സ്ഥലം മേടിക്കുമ്പോൾ ഒരു 6 മാസം കരാർ എഴുതില്ലേ, അല്ലെങ്കിൽ 4 മാസം എഴുതും, 5 ദിവസം അങ്ങനെ വരുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു കൊടുക്കാൻ സമയമില്ല. നമുക്ക് എത്രയും നമ്മൾ എന്തായാലും സ്ഥലം വിൽക്കുകയാണ്, അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് ആശയം. അപ്പോൾ അതിന് പറ്റിയൊരാൾ വന്നു, അവർ സ്ഥലം കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ ഞങ്ങൾ ഒരു 2 ദിവസത്തിനുള്ള നീ പറഞ്ഞ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ യൂട്യൂബിലൂടെ തന്നെയാണ് എനിക്ക് ഈ കച്ചവടം നടന്നത്. ഒരു ബ്രോക്കർ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളയ മകളുടെ കല്യാണം നടക്കണമെങ്കിൽ ഇവരുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു 6 സെന്റ് പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കല്യാണത്തിന്റെ ചെലവും പ്രത്യേകിച്ച് ഓർണമെന്റ്സും ഇതെല്ലാം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിന്റെ കച്ചവടം ഏകദേശം ഒരു 3 മാസത്തിന് മുന്നേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നടത്താൻ പറ്റത്തുള്ളൂ എന്ന് തന്നെയാണ് ഇവരുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നത്. ഇവർ ഓൾറെഡി അത് അങ്ങനെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കല്യാണത്തെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയായിരുന്നു അവർ സംസാരിച്ചത്. അതായത് അവർ 13 ദിവസത്തിന് മുന്നേ ഇട്ട വീഡിയോയ്ക്കകത്ത് സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് ഇതുവരെ ചെയ്തിട്ട് കല്യാണത്തിൻ്റെതായ ഒരു ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യണല്ലോ ചേട്ടാ. വേണ്ട, അപ്പുറത്താളൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. കേട്ടല്ലോ. അപ്പൊ ഇത് കാണുന്ന ആരായാലും ചോദിക്കും, പ്രത്യേകിച്ച് ഒരു കല്യാണം നടത്തുന്ന സമയത്ത് നമുക്ക് പ്ലാനിങ് കാണും അല്ലേ? ഒരു വാക്കുറപ്പിലൊക്കെ കഴിയുമ്പോൾ തന്നെ കല്യാണത്തിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കരുതി വെച്ചിട്ടുണ്ടായിരിക്കാം. ഇതിപ്പോ എല്ലാ കാര്യത്തോടെ അടുക്കുന്ന സമയത്തല്ല നമ്മൾ ശരിക്കും ഇതെല്ലാം ഓരോന്നും ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് എല്ലാവരും എടുത്തു വെച്ച് പറഞ്ഞേക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ വസ്തു വിൽക്കുന്നതിനെ പറ്റിയിട്ടൊന്നും ആരും വന്നിരുന്നു വലിയ കുറ്റമായിട്ടൊന്നും വലുതായിട്ട് വന്ന് സംസാരിച്ചിട്ടില്ല.
അപ്പം ഇതെല്ലാം നിങ്ങളാണ് പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ഇനി നിങ്ങളുടെ റീസെൻ്റ്ലി ഈ 6 ദിവസത്തിന് മുന്നേ ഈ ഒരു സംഭവം നടക്കുന്നതിന് 6 ദിവസത്തിന് മുന്നേ തന്നെ നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് പറയുന്ന കുറച്ച് കാര്യമുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോ. നമുക്ക് വസ്തു വിറ്റിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. കുഞ്ഞിന് കൊടുക്കുക, ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വസ്തു കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അതിന് മാത്രം കൊടുക്കാനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ. അപ്പൊ നമുക്കിപ്പോ ഫുഡിന്റെ കാര്യമായാലും മണ്ഡപത്തിന്റെ കാര്യങ്ങളായാലും എല്ലാം നമ്മള് ചെയ്യണ്ടേ. അപ്പൊ അത് നമ്മള് വസ്തു വിറ്റിട്ടാണ് ഇപ്പൊ അതിന് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വസ്തു അങ്ങോട്ട് കൊടുത്തോണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആരായാലും ചിന്തിക്കും, ഒരു പക്ഷേ ഈ കല്യാണം മേ ബി ഇനി നീളുമായിരിക്കും, അല്ലെങ്കിൽ ഈ വസ്തുവിൻ്റെ കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതെന്ന് അങ്ങനെ തന്നെ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കും. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ ഇതിനകത്ത് പറയുന്നു ഇത് വസ്തുവിൻ്റെ കച്ചവടത്തിൻ്റെ കാര്യമൊന്നുമല്ല, ഓൾറെഡി ഞങ്ങൾക്ക് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ മണ്ഡപത്തിന് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാം നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ബാക്കിയോടെ കാണാം. വരും അത്ര നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. നമുക്ക് കുറച്ച് സമയങ്ങൾ വേണം ഇതിന്. ഞങ്ങൾ ഇതിന്റെ കാരണങ്ങളും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇപ്പൊ ചെയ്തത് എന്താ വെച്ചാൽ ഒരിക്കലും കാശ് ചെലവാക്കണ്ടായെന്ന് വെച്ചിട്ടല്ല ഈ കല്യാണം പറയുന്നത്. ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തത് എല്ലാത്തിനും തെളിവും ഞങ്ങളുടെ ഉണ്ട്. എല്ലാത്തിനും തെളിവും മനസ്സിലായോ? സ്വർണ്ണം എടുക്കാനുള്ള ആളെ വിളിച്ചതും കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ തെളിവ് തന്നെയാണ്. സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയും ഇതൊക്കെ നിങ്ങൾക്കും പറഞ്ഞുകൂടെ അല്ലെങ്കിൽ വെറുതെ ഉണ്ടാക്കിക്കൂടെ. അപ്പൊ ഈ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാത്തത് എന്താ വെച്ചാൽ ഇത് ഈ മേടിക്കുന്ന ആളുടെ അഡ്രസ്സ് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാ. അത് അവർക്ക് ഒരു കുടുംബം സ്നേഹിക്കുന്ന ഒരാൾക്കാർ നമ്മുടെ വിഷമം കണ്ടിട്ടാവും ചിലപ്പോൾ ആ വസ്തു മേടിക്കണം. അവർക്ക് ചിലപ്പോൾ വസ്തുവിന് ആവശ്യം ഉണ്ടായിട്ടാവില്ല, നമുക്കൊരു ഹെൽപ്പായിട്ട് വരും. അതും കൂടിയിട്ട് കണക്കാക്കിയിട്ടാവും ആ ഒരു വീഡിയോ എന്തോ ആവട്ടെ. ചിലപ്പോ നമ്മളൊരു ആ സമയത്ത് ഒരു മാനസികാവസ്ഥ ആ ഒരു കുട്ടിക്ക്. പക്ഷെ ഞാൻ വേണ്ട, ഞങ്ങൾ വിശ്വസിക്കണം മാതാവായാലും കൃഷ്ണമായാലും ഞാൻ കൈവിടില്ല. ഞാൻ പറഞ്ഞേ കല്യാണത്തിന് ഇത്ര ദിവസമുള്ള എനിക്ക് ഉറപ്പായിരുന്നു വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ സമയമാകുമ്പോൾ നടക്കും, നടത്തി തരും എന്നുള്ള വിശ്വാസം തന്നെയാണ്. എന്താ വെച്ചാൽ അതിന് വലിയ തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ വിചാരിച്ച മാതിരി നടന്നിട്ട് അതിന് ചെറിയ തടസ്സങ്ങൾ ചിലപ്പോൾ നമ്മുടെ മക്കളേന്നാവും, ചിലപ്പം വരണ മരുവന്റേന്നാവും. ഇതൊക്കെ തടസ്സമായിട്ട് വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മുൻകൈ എടുക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കല്യാണം നടത്തുന്ന കാര്യത്തിൽ ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ എന്തിന് ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വീട്ടുകാർ തന്നെ ഉറപ്പിച്ച ബന്ധമാണിത് അല്ലേ? എന്നിട്ടാണ് ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്തേക്കുന്നത്. എന്ത് റീസൺ ആണെന്ന് ആ പെൺകുട്ടി പോലും ആ വീഡിയോക്കകത്തൊന്നും പറയുന്നില്ല. കാര്യം എന്തോ കാരണമുണ്ട്, എപ്പോഴെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാമെന്നാണ് പറയണത്. പക്ഷേ ഇതിന്റെ ഒരു വ്യക്തത എങ്ങുമില്ല. പിന്നെ ഈ ഒരു കാര്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. പ്രത്യേകിച്ച് ഈ അമ്മയുടെ ആ കരച്ചിലും വിഷമമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇവർ പ്രത്യേകിച്ച് ആ മറ്റേ ഒരു പെൺകുട്ടിയുടെ ആണെന്ന് തോന്നുന്നു ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതൊക്കെ വളരെ എന്താ പറയുക, വളരെ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം മാനിക്കുന്നു. പക്ഷെ എന്തിനാ പെൺകുട്ടി അങ്ങനെ ചെയ്തു? അങ്ങനെ ഒരു ചോദ്യമില്ലേ? അത് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ചോദിക്കാനുള്ളത്. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് യാതൊരുവിധ പ്രശ്നവും ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ വെറുതെ ഒരു പെൺകുട്ടി ഇങ്ങനെ പോയി ഒളിച്ചോടി ഇങ്ങനെ പോയി കല്യാണം കഴിക്കുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്ത് കാര്യം എന്താണെന്ന്. അതൊന്ന് ശരിയാവണ വരെ നമ്മൾ ക്ഷമിച്ച് നിൽക്കുക. അല്ലാണ്ട് ഇത് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. വസ്തു വിറ്റിട്ടില്ല എന്ന് പറയില്ല. വിറ്റ ഡേറ്റ് ഞാൻ എന്റെ കയ്യിലുണ്ട്. എല്ലാം അഡ്വാൻസ് കിട്ടി 2 ലക്ഷം റുപ്യ. അതായത് ഈ രണ്ട് കുട്ടികളെങ്കിലും ആ പറഞ്ഞ അവർക്കായിട്ട് ഞാൻ വിടുന്നത് ഒന്നുമില്ല. ഞാൻ അതെന്റെ മക്കൾക്ക് ഞാൻ അവർക്ക് ഒന്നും പിന്നെ പറഞ്ഞല്ലേ യൂട്യൂബിലെ വരുമാനം കണ്ടിട്ടൊന്നുമല്ല. ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ അതിനായിട്ട് എന്റെ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ആരോഗ്യസ്ഥിതിയും കാര്യങ്ങളും വന്നാൽ ഞാനൊരു ഉച്ചയോട് വിറ്റിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ നിങ്ങൾ കുറെ നാളായാലും ഹെൽത്ത് ശരിയാവണ്ടേ? എൻ്റെ ഹെൽത്ത് ശരിയാവണ്ടേ? ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച അടക്കം എനിക്ക് വയ്യാണ്ടായിട്ട് ബ്രസ്റ്റ് താടുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പിന്നെ നിൽക്കാനുണ്ട് കുറച്ച് കാര്യം. കല്യാണത്തിൻ്റെ ഏത് കാര്യം ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് പോകാൻ പറഞ്ഞു. നീ അതൊക്കെ ചെയ്ത് നടന്നു, നീ നിന്റെ കാര്യം നോക്ക്, നിൽക്ക് വരട്ടെ. അല്ല, നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അത് ഇനി കുറ്റായിട്ട് വരൂട്ടാ. അത് തിരിച്ച് ഇനിയിപ്പോ ഇതിന്റെ ട്രോളന്മാര് നമുക്ക് ഇട്ട് പണിയാൻ വേണ്ടിട്ട് ഇരിക്കണോ? ഇട്ടോളെ, നിങ്ങൾ എന്തിട്ടാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റം ആയിട്ടാണ് ഞങ്ങൾ, അല്ല നിങ്ങളുടെ ആൾക്കാർ മക്കൾക്ക് അച്ഛനമ്മില്ലാണ്ടായി നിങ്ങൾ മാത്രമായിട്ട് കാരണം. സത്യാവസ്ഥ അറിയാണ്ടുള്ള പെരുമാറ്റങ്ങളാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് കാരണം എന്ന് എടുത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള എല്ലാ യൂട്യൂബേഴ്സും. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുക, നിങ്ങളുടെ ഈ വിഷമവും സങ്കടവും ഒരല്പമെങ്കിലും നിങ്ങളുടെ മകള് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ ഈ ഒരു പ്രവൃത്തി ചെയ്യത്തില്ലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ മകളെ നിങ്ങൾ വന്ന് കുറ്റം പറയുന്നില്ല? കാര്യം പബ്ലിക്കിന് ഇത് കൈകൊട്ടി ചിരിക്കാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ആരാണ്?
കാര്യം നിങ്ങളൊരു ഫാമിലി വ്ളോഗേഴ്സ് ആണ്. അപ്പം ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി നിങ്ങൾ പുറത്തിടുവാണ്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒബ്വിയസ്ലി ഇത് പബ്ലിക്കിലോട്ട് വരുമ്പോൾ ആൾക്കാരുടെ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ വീഡിയോ കാണത്തില്ല. അതിനെ പറ്റിയിട്ട് നിങ്ങൾ ലാസ്റ്റ് സംസാരിക്കുന്നുണ്ട്. അതായത് ഒരുത്തം വന്ന് പറയുന്നുണ്ട് അവൻ വീഡിയോ ഒന്നും കാണില്ല, എങ്കിൽ പിന്നെ എന്തിനാണ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. എനിക്ക് കാണേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ രാവിലെ എണീക്കുന്നു, കറി വെക്കുന്നു, ചോറും കറിയും വെക്കുന്നു, ഇതൊക്കെ തന്നെ അതിനകത്തുള്ളൂ. ചോറും കറിയും വെക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ. അത് എൻ്റെ വീട്ടുകാരെ എനിക്ക് പറഞ്ഞു തന്നോളൂ. പക്ഷെ നിങ്ങളുടെ കുടുംബകാര്യങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ ഫോളോവേഴ്സ് ഉണ്ടല്ലോ, മേ ബി ഈ ഒരു കണ്ടന്റ് കാണാൻ വേണ്ടി മാത്രം. ആ ജനങ്ങളുടെ ഇടയിലോട്ടാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും എല്ലാം എടുത്ത് നിങ്ങൾ പുറത്തിടുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പബ്ലിക്കിൽ വരുന്ന സാധനം ആൾക്കാരുടെ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. ആൾക്കാർക്ക് അതിനുള്ള അവകാശമുണ്ട്. അതായത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. വളരെ മോശമായിട്ടുള്ള രീതിയിലല്ല, വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മകളെയാണ് നിങ്ങൾ കുറ്റം പറയേണ്ടത്, യൂട്യൂബേഴ്സിനെ അല്ല. അതായത് നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഇഷ്യൂസും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഫണ്ടിന് ഇഷ്യൂസ് ഇല്ലായിരുന്നു. പിന്നെ ഓർണമെന്റ്സ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് മണ്ഡപത്തിന്റെ വരെ നിങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്തിനാ മകൾ അങ്ങനെ ചെയ്തു? അപ്പം അച്ഛനെയും അമ്മയും മനഃപൂർവ്വം വീണ്ടും പബ്ലിക്കിന്റെ മുന്നിൽ നാണം കെടുത്തിയത് ആരാണ്? അതല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതായത് അവിടെ ഒരിക്കലും യൂട്യൂബേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതായത് ബാക്കിയുടെ കാണാം. അത് പോണ്ടവര് പോയി. ചെയ്ത തെറ്റാണ് ഞാൻ കേൾക്കണെന്ന്. എനിക്ക് അത് ചെയ്യാത്ത ഓരോ കാര്യമാണ് നിങ്ങൾ പ്രേമിച്ചൊളിച്ചോണ്ടവരൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യാം. പക്ഷെ അതോട് ചോദിച്ച് കരയണ രണ്ടെണ്ണുണ്ട്, 2 ആത്മാക്കളുണ്ടല്ലോ. സ്വന്തം ജീവിതം സുഖം അനുഭവിക്കണം രണ്ടെണ്ണം. അത് സുഖം അനുഭവിക്കുന്ന സമയം കിട്ടിയിട്ടില്ല. കാര്യം ഈ ഒരു കാര്യത്തിൽ നന്ദനയ്ക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. കാര്യം എത്രത്തോളം നാണക്കേട് അനുഭവിച്ചായിട്ടുണ്ടായിരുന്നു എന്ന്, പ്രത്യേകിച്ച് ആ ചേച്ചി അങ്ങനെ പോയ സമയത്ത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നന്ദന കുറച്ചുകൂടെ മെച്യൂരിറ്റി കാണിക്കണമായിരുന്നു. പ്രത്യേകിച്ച് അമ്മയും അച്ഛനെയൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരുത്തി കരയിക്കുക എന്നൊക്കെ പറയണത് അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല. അപ്പം തീർച്ചയായിട്ടും നന്ദനയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണത്. ഇപ്പം ഇവർ വന്ന എക്സ്പ്ലനേഷന് വീഡിയോ ഇട്ടേക്കുന്നു, നന്ദനയും ഹസ്ബൻഡും കൂടെ ഒക്കെ വന്നിരുന്ന വീഡിയോ ഇട്ടേക്കുന്നു, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റല്ല, അതാണ് ഇതാണെന്ന്. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ആ അച്ഛനും അമ്മയല്ലേ നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തിയത്. അതിൻ്റെയെങ്കിലും ഒരു മര്യാദ കാണിക്കണ്ടേ നിങ്ങളും കൂടി. അപ്പം ഇതിനകത്ത് 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഒരു കാരണവശാലും ഇവിടെ ആരെയും സപ്പോർട്ട് ചെയ്യാനായിട്ടില്ല. എനിക്ക് 2 പേരെയും എനിക്ക് തെറ്റായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ വന്നിരുന്ന് പറയുന്നതേ ഉള്ളൂ. അതിനി എൻ്റെ മണ്ടയിലോട്ട് ആൾക്കാർ എനിക്ക് കയറിയിട്ട് എനിക്കൊരു ചുക്കുമില്ല. അത്രേ എനിക്ക് ഇതിനകത്ത് പറയുള്ളൂ. ചില ബാക്കിയുടെ കാണാം. ഞാനൊരു ഇതായിട്ട് പറയല്ലേ, ഈ എൻഗേജ്മെന്റ് കഴിയണ വരെ ഈ റൂമിന്റെ ഉള്ളിലാണ് ഈ കക്ഷി കിടന്നിരുന്നത്. ഇത്രയും പ്രായപൂർത്തിയായ ആള് 18 വയസ്സ് ഉണ്ണികളെ 18 വയസ്സായ ഈ റൂമിൽ നിന്ന് മറ്റേ റൂമിൽ കിടക്കാനോ പേടി. ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞോടുകൂട്ട് പേടി വന്നോടുകൂട്ട് മാറി, പേടി മാറി. ഈ റൂമിൽ ഹാളിലേക്ക് പോലും മാറി എടുക്കില്ല. മനുഷ്യ 10 വർഷം ഗൾഫിൽ നിന്ന് നാട്ടിൽ നിന്നും ഈ റൂമിന്റെ ഉള്ളിൽ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതം. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കൊടുത്ത പയ്യൻ അവരുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അവർ പിന്നെ കൂടുതലായിട്ട് അടുക്കും. അപ്പം പിന്നെ ഈ പറയുന്ന പോലെ മാതാപിതാക്കളോടൊക്കെ സ്നേഹം കാണിക്കുന്നത് വളരെ റെയറസ്റ്റ് ഓഫ് ദി റെയർ കേസസിൽ മാത്രമേ ഉള്ളൂ ഇപ്പം, അല്ലേ? അച്ഛനും അമ്മയോടെ പോലും ഇതുപോലെ ഒരു സ്നേഹം കാണിക്കത്തില്ല. പിന്നെ ആ ഒരു ലോകത്തായിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ ഇമോഷൻസ് ഒന്നും നോക്കണമെന്നില്ല. എന്തായാലും ഇത് നിങ്ങളുടെയും കൂടെ പങ്കുണ്ട് ഇതിനകത്ത്, ഇത്രയൊക്കെ ആക്കി തീർക്കുന്നതിനകത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കൂടി ആലോചിച്ച് കണ്ടിട്ടൊക്കെ വേണമായിരുന്നു ഇപ്പോഴേ ഈ പെൺകുട്ടി പിടിച്ച് കെട്ടിക്കാനായിട്ട്. ശരിക്കും ഈ പ്രോപ്പറായിട്ട് നമ്മൾ എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത് ഈ ഒരു പ്രായത്തിൽ, അല്ലേ? അപ്പം അതിനെ പറ്റിയിട്ട് ഇവർ സംസാരിക്കുന്നു തോന്നുന്നു. എന്തോ എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തുള്ള സകലമാന വീട്ടിലുള്ള പിള്ളേർ പറയുന്നത് എന്തുവാ, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരിക്കും പറയണത്. പക്ഷേ പേരൻസ് ആണ് അവിടെ ഉത്തരവാദിത്വം എടുക്കുന്നത്, പഠിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ, അല്ലേ? എന്നാൽ പഠിക്കുന്ന കുട്ടികളും കാണുവേ, നല്ല രീതിയിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളും കാണുമായിരിക്കും. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കല്യാണം എന്ന് പറയുന്ന ഒരു സാധനം തലയിൽ കുത്തിക്കയറ്റി കൊടുക്കാതെ ആദ്യമേ എഡ്യൂക്കേഷനെ പറ്റിയിട്ടായിരുന്നു കൊടുക്കേണ്ടത്. അത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പോകുന്ന അച്ഛനും അമ്മയടുത്തും ഒക്കെ പ്രത്യേകം പറയുവാണ്, 19, 20, 21 വയസ്സിലൊക്കെ പിടിച്ച് കെട്ടിക്കാതെ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ സ്വന്തം കാലിൽ നിർത്താനുള്ള കെൽപ്പുണ്ടാക്കി കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ 1 പറഞ്ഞാൽ 2 കല്യാണം എന്നുള്ള രീതിയിലോട്ടല്ല ചിന്ത എന്ന് പറയുന്നത്. കല്യാണം അല്ല അൾട്ടിമേറ്റ്. ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് കിടന്നും ജീവിച്ചത്. പൊട്ട തള്ളയായാലും പൊട്ട തന്തയായാലും തിന്നാൻ തരാത്ത തന്തി തള്ളയാലും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ ഈ പൊട്ടയായതുകൊണ്ടായിരിക്കാം ഒന്നിന് കൊള്ളാത്തത്. ഈ കയ്യില്ലാണ്ട് ഒരു കാലഘട്ടത്തിൽ ഉറങ്ങിയിരുന്നില്ല, തിരിയാൻ പറ്റില്ല. ഈശോക്ക് ഈ കുരിശ് കിടക്കണ പോലെ അച്ഛൻ കിടക്കണേ 8 വില ഓരോരുത്തരായിരുന്നു. അവനാണ് ഒന്നിഷ്ടത്തിന് തിരിഞ്ഞു പറഞ്ഞു കിടക്കാൻ പറ്റുന്ന പോലെ കാലം ഇത് കണക്കാൻ നിങ്ങൾ പറയും. അങ്ങനെ സ്നേഹിച്ചു കൊടുത്ത എല്ലാവരും കുറ്റം പറയണ്ട. എല്ലാ അമ്മമാരും അങ്ങനെ, എല്ലാ അമ്മമാരൊന്നും അങ്ങനെയല്ല. എല്ലാ അമ്മമാരും അവനായിട്ട് സുഖം സൗകര്യം നോക്കണ കുറേ അമ്മമാരുണ്ട്. ഇങ്ങനെ ദേവം സഹിക്കുന്ന കുറേ അമ്മമാരുണ്ട്. എല്ലാ അമ്മമാരും അങ്ങനെ എന്ന് പറയണ്ട.
ഞങ്ങളുടെ സ്ഥലം വിട്ടിട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് ഞാൻ കാണും. കറക്റ്റ് 3 മാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിന് വെയിറ്റ് ചെയ്തത്. അടുത്ത മാസം കല്യാണം, അടുത്ത മാസം ദിവസം കയ്യിലുണ്ടാവുന്ന ദിവസത്തിനാണ് മെയ് 3-ാം തീയതി നമ്മുടെ കല്യാണം നിശ്ചയിച്ചത്. മനസ്സിലായോ? ആളുടെ പേര് പറയണോ കാര്യങ്ങളോ ഒന്നും നമ്മൾ തയ്യാറല്ല. ഒന്നും നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്ത ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതല്ല. എനിക്കെതിരെ ഇട്ട 2-3 വ്ളോഗേഴ്സ് ഉണ്ട്. അവര് ഇന്നെ പറഞ്ഞ വാക്കുകൾക്കുള്ള മറുപടിയാണ് ഞാൻ തന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് സംഭവം. അമ്മയും അച്ഛനും പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. എന്തായാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് ആയിരിക്കും അതിൻ്റെ ഉത്തരവാദികൾ. പിന്നെ പറയുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഹെൽത്തിൻ്റെ ഇഷ്യൂസും, അവർ മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ ഇവിടം വരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവർക്ക് വിഷമമുണ്ട്. അല്ല ഇപ്പം നമ്മളും ഇനിയിപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് എന്തുകൊണ്ട് സംസാരിക്കേണ്ടത്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഏകദേശം 50 മിനിറ്റ് പുറത്തൊക്കെ ഉണ്ട് ആ ഒരു വീഡിയോ. അതിരുന്ന് കാണുമെന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്. എന്തായാലും അടുത്തപ്പോൾ ചെസ് നമ്പർ 2 എന്ന് പറയുന്നത് പൊന്നു, അതായത് ഇവരുടെ മൂത്ത മകളായിട്ടുള്ള പൊന്നു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണ് പൊന്നുവിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വീഡിയോ കാണും. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് കേട്ടൊരു വാക്കാണ്, ചേച്ചി എന്താ വൃത്തിയാട്ടോളാം, അങ്ങനെ എന്തൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടായത്. അതേപോലെയല്ല ഇപ്പം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി വേറെ എടുത്തിട്ട് അവിടെ തന്നെ പോയതെന്നൊക്കെ. ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ ചേച്ചി അവൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട്. പിന്നെ ചേച്ചിനെ വിടും. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ടോപ്പിക് കൂടി എന്തിനാണ് വീണ്ടും നിങ്ങൾക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ മറ്റുള്ളതിനെക്കുറിച്ച് ഒന്നും പറയാൻ നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തന്നെ 100 വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ചേച്ചീനെ അപ്പുറത്ത് വീട്ടിൽ താളിനൊക്കെ പിടിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫാമിലിയിൽ ഓൾറെഡി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു. പ്രത്യേകിച്ച് പൊന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയാണ് കല്യാണം കഴിച്ചത്, ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അനിയത്തിയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ആദ്യം ചേച്ചിയുടെ കാര്യമായിരിക്കും ആദ്യം പറയണത്. ആദ്യം അത് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഈ രണ്ടാമത്തെ കേസ് തുടങ്ങുന്നത്. അപ്പം ചേച്ചിയുടെ കാര്യം വിടുന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ കാര്യം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ നിങ്ങളാണ് വരുത്തിയത്. കാര്യം നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അച്ഛനും ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് വിഷമിച്ച് കരഞ്ഞ് നാണം കെട്ടി ഇങ്ങനെ വന്ന് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് നിങ്ങൾ 2 മക്കളുമാണ്. അപ്പം നിങ്ങൾ 2 പേരുമാണ് അതിന് ഉത്തരവാദി. അല്ലാതെ ചേച്ചിയുടെ കാര്യം വിട്, അനിയത്തിയുടെ കാര്യം വിട്, അങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്തുമാത്രം പ്രശ്നം ഉണ്ടായ ഒരു സമയമാണെന്ന് അറിയാം. ഈ പറയുന്ന പൊന്നു ഇങ്ങനെ പോയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഇവരൊരു യൂട്യൂബ് ചാനലായിട്ട് വരുന്നു, പിന്നെ അവരുടെ കാര്യങ്ങളായിട്ട് പോകുന്നു, പിന്നെ ഇപ്പോൾ ഒരു ഫാമിലി എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഒരു കേസ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ സംസാരിക്കാതിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് മുന്നേ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഭാഗം കൂടെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ദൈവം സഹായിച്ച് ചേച്ചിയുടെ ജീവിതമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരാളുടെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന രീതിയിൽ ഒരു വീഡിയോ ഇടാനും ഒരാൾക്കും അനുമതി ഇല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലേ പൊന്നോ? ഇന്നലെ അമ്മയ്ക്ക് ഓരോരുത്തർ പറയണ പല വാക്കുകളും ഞാൻ ഒരു കാര്യം അല്ലേ? തീർച്ചയായിട്ടും അത് പറയാം. അങ്ങനെ എന്തെങ്കിലും ഞാൻ ഓർക്കുന്നത് ഇവർ തന്നെയാണ് കേട്ടിട്ടുള്ളത്. ഞാൻ ആ റൂമിൽ നിന്ന് കേട്ടൊരു തന്നെയുള്ള അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞത്. എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ തന്നെ പെടുള്ളൂ. വേറെ എന്തിനാണ് നിങ്ങൾക്ക് ഒരു അച്ഛനമ്മയ്ക്കില്ലേ? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പെടത്തുള്ളൂ. അപ്പം നിങ്ങൾ ആരും ആ വീട്ടിൽ താമസിക്കുന്നവരല്ല. അമ്മയ്ക്ക് ഈ ഒരു സമയം മെന്റൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അപ്പം അതല്ല നിങ്ങൾ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ട് അവരായിരിക്കും പെടുന്നത്. എൻ്റെ പൊന്നളിയാ, നീ ഒരു ആണല്ലേ, നീ ആ വീട്ടിലല്ലേ താമസിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് അവർക്ക് മാക്സിമം താങ്ങും തണലുമായിട്ട് കൂടെ നിൽക്കുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് അവരായിരിക്കും പെടുന്നത്. ഇപ്പം നമ്മളെല്ലാവരും ഒന്ന് വീഡിയോ ചെയ്തിട്ടാണല്ലോ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്തോടൊന്നും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും ഹെൽത്തും കാര്യങ്ങളും എല്ലാം നമ്മൾ മാനിക്കുന്നു. പക്ഷേ അവർ പറഞ്ഞേക്കുന്ന ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് അവർ ആത്മഹത്യ ചെയ്യുന്നുള്ള രീതിയിലോട്ട് ഒരു സാധനങ്ങൾ കൊണ്ടുവരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആയിരിക്കും അതിൻ്റെ റീസൺ എന്ന്. ഇവരാരാന്ന് പോലും പേഴ്സണലി നമുക്കറിയത്തില്ല. ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം വരുമ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ആൾക്കാർ കാണും. കാര്യം ഞാൻ പറഞ്ഞല്ലോ, വ്യൂവർഷിപ്പാണ് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മേ ബി ഇപ്പം നിങ്ങളുടെ ചാനലിലായാലും വ്യൂവർഷിപ്പ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്, വേറെ ഒന്നും അല്ല. ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഡയലോഗ് അടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നീ അത്ര നല്ല പുള്ളി നീ തെറ്റ് ചെയ്തില്ലേ, ഞാൻ ചെയ്തിട്ടില്ല എന്നൊന്നും. ഇപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ ഒരിക്കലും അമ്മ വിഷമിക്കില്ല, അവരങ്ങനെ ചെയ്ത് തെറ്റാണ് ഇതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഒരാളും തെറ്റ് പറയാൻ പോകുന്നില്ല. അമ്മയ്ക്ക് അച്ഛനറിയാം എന്താണ് ശരി എന്താണ് തെറ്റെന്ന്. അമ്മയ്ക്ക് അച്ഛനറിയാം, അത് അച്ഛനമ്മയും ചെയ്യുന്നു. ഞാനല്ലാതെ ഒരാൾ കുത്തിരിപ്പിലാക്കി പ്രശ്നം ഉണ്ടാക്കാനും ഒരാളുടെ കേസിൽ ഇടപെടാനും ഞാൻ പോകുന്നു. സ്വന്തം മക്കൾക്കില്ലാത്ത ഈ സ്നേഹവും സഹതാപവും ഒന്നും യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് നിന്നൊന്നും പ്രതീക്ഷിക്കല്ലേ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്. അപ്പം ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ കാരണം ആത്മഹത്യ അങ്ങനെയൊക്കെയുള്ളൊരു സാധനങ്ങൾ കൊണ്ടുവന്ന് ഇത് എങ്ങോട്ടാണ് നിങ്ങൾ ശരിക്കും ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്നത്? എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ അടുത്ത ചെസ് നമ്പർ 3 വന്നിട്ടുണ്ട്. നന്ദനയും പിന്നെ നന്ദനയുടെ ഹസ്ബൻഡും എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം.
പിന്നെ അറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അറിയിച്ചിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അതെ അതെ അതെ, ഒളിച്ചുകൂടുന്ന കാര്യം 10 പേരെ എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഒരാൾക്കാർക്ക് പല സംശയങ്ങളുണ്ട്, പല ഗോസിപ്പുകളുണ്ട്. പിന്നെ കുറ്റം പറയാൻ താല്പര്യമില്ല. എന്തായാലും സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി. ആക്കിയതാണ് ആരാക്കി? ഫാമിലി കാരണം ഇങ്ങനെ ആയി പോയതാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യൂട്യൂബേഴ്സ് കാരണമല്ല. അമ്മ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മകള് പറയുന്ന കാര്യമാണ് അങ്ങനെ ആക്കിയതാണ് എന്ന്. അതായത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കൊടുത്ത ചെറുക്കൻ അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ്, ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഈ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഒന്നും പറയാനില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. ഒരു സത്യം പറഞ്ഞാൽ ഒരു കുടുംബത്തിലേക്ക് അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. അത് കാര്യം സത്യം പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ്റെ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപമുണ്ട്, കാണുമ്പോഴത്തേക്ക് വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ വെറുതെ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. കാര്യം നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ നിങ്ങൾ ഓരോന്നെടുത്ത് ചാടി കാണിക്കുന്നൊക്കെ കാര്യങ്ങളുണ്ടല്ലോ, പലപ്പോഴും അത് ഭയങ്കര രീതിയിൽ ബാധിക്കും. അത് കുറച്ചും കൂടെ ഒക്കെ നാൾ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പോകുന്നത്. ഞങ്ങൾ പക്ഷേ 3 മാസം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ 3 മാസം കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ബന്ധം ചെറുതാവാൻ ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് തമ്മിലല്ല, വേറെ കുറച്ച് പ്രശ്നങ്ങളോട് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ തമ്മിൽ ഓക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഞാനിങ്ങനെ അറിഞ്ഞു വന്നതിന് ഇഷ്ടംപോലെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് നിൽക്കുവാണെങ്കിൽ ഇത് എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു കല്യാണം നടക്കും. കാര്യം ഒരു കാരണവശാലും ഈ പറയുന്ന നന്ദനെ ബലാത്കാര്യമായിട്ട് പിടിച്ച് വേറെ ആരെയും കൊണ്ട് കെട്ടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ടൈം കൊടുക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക, സമാധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓക്കെ ആകുമ്പോൾ കല്യാണം കഴിക്കുക. ഇത്ര ധൃതിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നതായിരുന്നു ഏറ്റവും ബെറ്റർ. എനിക്ക് അങ്ങനെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ആ അമ്മയും അച്ഛനും പറയണത് അവരുടെ ഭാഗത്ത് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലായിരുന്നെന്നാണ്. കാര്യം വസ്തുവിന് അഡ്വാൻസ് ആയി, പിന്നെ അതിനുശേഷം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ നന്ദന നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരുന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവർ കൂടുതലായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പറയാനുണ്ടെങ്കിൽ ഇവർ പറയാമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നലെ രാവിലെ കല്യാണം കഴിഞ്ഞത് വീഡിയോ ഞങ്ങൾ എന്തായാലും കുറേ ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് ഉണ്ട്. പക്ഷെ ആർക്കിപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റി മനസ്സിലാ. അത്രയും വേണ്ടവർക്ക് മാത്രമേ റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ. ആദ്യം കുറ്റം പറയുന്നില്ല, എല്ലാവർക്കും അറിയാനുള്ള ഒരു ഇതുണ്ടാവും. എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്, ലവ് മാരേജും അല്ല, വീട്ടുകാർ ഉറപ്പിച്ചതാണ്. എന്നിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോ എല്ലാവർക്കും അത് അറിയാൻ പക്ഷെ മനസ്സിലാക്കണവരുണ്ടാവും, എന്നെ മനസ്സിലാക്കണവരുണ്ട്. പോലീസ് സ്റ്റേഷൻ വരെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നലെ വന്നു. ഇന്നിപ്പോഴേക്ക് ഞാൻ ഡ്രസ്സുകൾ കൊണ്ടുവരൽ കുറവായിരുന്നു. എനിക്കുള്ള ഡ്രസ്സുകളും കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോയി ഇതിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മാൻ മിസ്സിങ്ങിന് കേസ് കൊടുത്തതാണ്. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. അതതിൻ്റെ ഒരു പ്രൊസീജിയർ. കാര്യം സാധാരണ ഒളിച്ചോടി പോകുന്നവർക്ക് അറിയാൻ പറ്റും. ഒളിച്ചോടി പോകുമ്പോഴത്തേക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് മാൻ മിസ്സിങ്ങിന് കംപ്ലയിൻറ്റ് കൊടുക്കും. മാൻ മിസ്സിങ്ങിന് കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് രണ്ടുപേരെയും വിളിച്ച് വരുത്തും, കാര്യങ്ങൾ സംസാരിക്കും, പറഞ്ഞു വിടും. ഇതാണ് അതിൻ്റെ ഒരു സംഭവം. അല്ലാതെ വെറുതെ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയത് പിന്നെ കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. നമുക്ക് പേഴ്സണലായി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ പോയി ഇപ്പം വന്നുള്ളൂ. അപ്പം അവിടെ പോയപ്പോഴും കുറേ ആൾക്കാർ അറിയണവരുണ്ടായിരുന്നു. സംസാരിച്ചു. അവർക്കൊക്കെ ഞെട്ടലാണ്. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും അറേഞ്ച് മാരേജെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഞെട്ടില്ല. അപ്പം അവർ പറഞ്ഞത് വേറെ ഒന്നല്ല, ആരും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നീട്ടി കൊണ്ടുപോകാണ്ടിരിക്കുക. ഉറപ്പിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നടത്താം, അല്ലെങ്കിൽ മറ്റ് പലവർക്കും പ്രശ്നങ്ങളായി. ഓക്കെ, ഉറപ്പിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നടത്തുക. മെയ് 3-ാം തീയതി എങ്ങാണ്ടായിരുന്നു കല്യാണം പറഞ്ഞിരുന്നത്. ഓൾറെഡി മണ്ഡപത്തിന് വരെ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം പിന്നെ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കിപ്പോഴും ഒരു പിടുത്തമില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു കാലത്ത് അവരായിട്ട് തന്നെ വന്ന് പറയട്ടെ. ഇനിയിപ്പം യൂട്യൂബേഴ്സ് അത് പറഞ്ഞ്, യൂട്യൂബേഴ്സ് ഇത് പറഞ്ഞ് അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു, അങ്ങനെയൊന്നും വന്ന് ദൈവത്തെ ഓർത്ത് ഒന്നും പറയല്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.